പ്രതീക്ഷകൾ ഉയർത്തി മോഹൻലാലിന്റെ ഏറ്റവും പുതിയ മലയാളം തെലുങ്ക് ദ്വിഭാഷാ ചിത്രമായ വൃക്ഷഭയുടെ ട്രെയിലർ. 2 കാലഘട്ടങ്ങളിലായി നടക്കുന്ന സംഭവങ്ങളും പുനർജന്മവുമാണ് സിനിമയുടെ കഥ. വൃഷഭ തനിക്ക് വേണ്ടി എഴുതിയ കഥയല്ലെന്നും കഥാപാത്രത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ് ഉണ്ടായിരുന്നതെന്നും ട്രെയിലർ ലോഞ്ചിൽ മോഹൻലാൽ പറഞ്ഞു. Target is approaching. Alert. എന്റെ അപ്പയെ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ടല്ല. അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. ബന്ധങ്ങളിലെ വൈകാരികതയും കിടിലൻ ആക്ഷനുകളും രാജകാലഘട്ടവും പുതിയ യുഗവും മനോഹരമായ ദൃശ്യങ്ങളും പ്രേക്ഷകർ കാത്തിരുന്ന മോഹൻലാൽ പ്രധാന കഥാപാത്രമായ വൃഷഭയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ പ്രതീക്ഷകൾക്കപ്പുറമുള്ള ട്രീറ്റാണ് ആരാധകർക്ക് ലഭിച്ചത്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. ഇതൊരു സാധാരണ കഥയല്ലെന്നും താൻ അധികം ചെയ്യാത്ത കഥാപാത്രമാണെന്നും മോഹൻലാൽ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞു. ഇത് തനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല, കഥാപാത്രത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയായിരുന്നുവെന്നും മോഹൻലാൽ. ഞാനതിൽ നേരത്തെ പറഞ്ഞു, ഇതൊരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല. ഇതിൽ ഒരുപാട് ആക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട്, ലൈക്ക് അതിന് പീരിയഡ് ഫിലിമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. അതിൻ്റെ കണ്ടൻറ്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഋഷഭ എന്നൊരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല, ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു. വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ്, ക്യാൻ യു ആക്ട് ലൈക്ക് ദിസ്? ദി സ്റ്റോറി ഈസ് നോട്ട് റിട്ടൺ ഫോർ മോഹൻലാൽ. എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. I think am I right, Nanda? You wrote a story, then you invited me to that film. So he can give more ideas on this. Just tell. They want to know. കഥാപാത്രം മോഹൻലാലിലേക്ക് എത്തിയ യാത്രയെക്കുറിച്ച് സംവിധായകൻ നന്ദകിഷോർ വാചാലനായി. When we write a subject, it will be about a king who is like this. So after you are drafting, and after you cannot draft something keeping some particular aesthetics in mind. Then your story will be inclined towards that particular entity or person or drive. But when you want to write a story in the purest of form, then there will be no imagination. So after the story is done, when you look at the story and when you say that who can do this, who can pull it off, then there was no doubt, no question, it was only Lalaten sir. I did not see another alternate actor for that. So it is a blessing in disguise. This story, after being written, it was destined for Lal sir is what I can say. കൊച്ചിയിൽ നടന്ന ട്രെയിലർ ലോഞ്ചിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരും മറ്റു പ്രമുഖരും എത്തിയിരുന്നു. ജനം, കൊച്ചി.